യൂദാ ചുറ്റുപാട് பார்க்கும்போது ആ കുഞ്ഞിന്റെ പേരിടുന്നതുമായ ഒരു ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ബന്ധം. കുഴந்தைക്ക് പേര് പോടുന്ന ഒരു അനുഭവം ഇங்கே பார்க்கிறது. ദൈവജനമേ, നാം ഒരുമിച്ച് ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ആണ്ടവർ പിള്ളകളെ, നാം ഒന്ന് ചേർന്ന് இந்த ആലയത്തിൽ കൂടി പലപ്പോഴും പല കാര്യങ്ങൾക്കാக ജപപ്പെടുന്നത്. നാം പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നാം ദൈവത്തോട് പറയാറുണ്ട്. നാം ജപത്തിക്ക് വരുമ്പോൾ നമ്മുടെ പല தேவைകൾ കർത്തൃത്വത്തിൽ നാം അപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹം ഇപ്രകാരമാണ്. അപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹം அப்படி ஜெபம் பண்ணும்போது நம்முடைய மன விருப்பம் ஒரு சில மன விருப்பங்கள் இருக்கு. ഞാൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അതിനെല്ലാം ഉത്തരം എനിക്ക് കിട്ടും. நான் ஜெபம் பண்ணி முடிக்கும்போது கர்த்தர் என்னுடைய ஜெபத்தை கேட்டு എനിക്ക് അത് കാര്യത്തെ നിറവേറ്റി തരുന്നു. ഇന്ന് ഞാൻ ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ച കാര്യത്തിന്റെ അനുഗ്രഹം എനിക്ക് ലഭിക്കണം. இன்னைக்கு நான் ஆலயத்தில் இருந்து ஜெபம் பண்ணி ஆலயம் விட்டு வெளியே போகும்போது அந்த காரியம் நிறைவேற கிடைக்க வேண்டும். അതിന് അല്പസമയം വൈകിയാൽ നമുക്ക് ഇഷ്ടമാണോ? അത് கொஞ்சம் ലേറ്റ് ആണെങ്കിൽ നമുക്ക് സന്തോഷമായിരിക്കുമോ? ദൈവം നമ്മളോട് പറയുകയാ, ആണ്ടവർ നമ്മളോട് சொல்லுகிறார், കുഞ്ഞിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു. മകളെ, മകനെ, ഞാൻ ഉன்னுடைய ஜெபத்தை கேட்டிருக்கிறேன். ഒരു വർഷം വെയിറ്റ് ചെയ്യണം. ஆனால் நீ ஒரு ஆண்டு வெயிட் பண்ணணும். ഇന്ന് നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഒരു വർഷം കഴിയുമ്പോൾ ഞാൻ ഉത്തരം പറയും. நீ இன்னைக்கு ஜெபம் பண்ணிய காரியத்துக்கு ஒரு ஆண்டு முடியும் போது உனக்கு விடுதலை கிடைக்கும். അടുത്ത ആഴ്ച പള്ളി വരുമോ? அடுத்த வாரம் சர்ச்சுக்கு வருமா? വരുമോ? அப்படி கர்த்தர் சொன்னால் அடுத்த வாரம் சர்ச்சுக்கு வருமா? വരും. നമ്മുടെ ജീവിതമൊക്കെ ഇങ്ങനെയാണ്. നമ്മുടെ வாழ்க்கையெல்லாம் இப்படிதான். നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നതിന് ഇന്ന് ഉത്തരം കിട്ടും. நான் இன்றைக்கு ஜெபம் பண்ணி இன்றைக்கே விடுதலை கிடைக்க வேண்டும். സെഖരിയാവും എലിസബത്തും ദൈവസന്നിധിയിൽ ഉന്നതരായ വ്യക്തികളായി. സെഖരിയാവും എലിസബത്തും ആണ്ടവർ സമൂഹത്തിൽ ഉന്നതരായ പെരിയ നബറുകളാണ്. അവർ പ്രായമായതിനു ശേഷമാണ് ഒരു കുഞ്ഞിന് എലിസബത്ത് ജന്മം നൽകുന്നത്. അവർക്ക് മുതിയ വയസ്സായപ്പോഴാണ് എലിസബത്ത് ഒരു കുഴന്തയെ പെറ്റെടുത്തത്. എന്നാൽ അവരൊരു പ്രാർത്ഥനാ സമൂഹമായി അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിത്വങ്ങളായിരുന്നു എന്ന് വേദപുസ്തകം പറയുകയാണ്. ஆனால் സെഖരിയാവും എലിസബത്തും മിகவும் ஊக்கத்தோடு ஜெபம் பண்ணுന്ന നബറുകളായിരുന്നു എന്ന് വേദവസനത്തിൽ നമുക്ക് പറയാം. വേദപുസ്തക സമൂഹം പറയുന്ന ആ ഒരു ചിന്തയുണ്ട്. വേദ പഠിതാക്കൾ ചൊല്ലുகிற ഒരു കാര്യം, ഇവര് താമസിക്കുന്നത് ഹെബ്രോൻ മലച്ചെരിവിലാണ്. ഇവர்கள் കുടിയിരുന്ന ഇടം ഹെബ്രോൻ എന്ന அந்த പള്ളത്താക്കിലാണ്. അവിടെ താമസിക്കുന്നത് മുഴുവൻ ഈ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന ആളുകളുടെ കുടുംബങ്ങളും അവരുടെ ബന്ധുക്കളുമാണ്. അതെ, ഹെബ്രോൻ പള്ളത്താക്കിൽ കുടിയിരിക്കുന്നവരെല്ലാവരും ആസാരിയ കുടുംബങ്ങളിൽ സാർന്നവരാണ്. ഈ ഒരു കുടുംബത്തിന്റെ ഈ ഒരു കുറവ് ഉണ്ടായിരുന്നു. ഈ ഒരു കുടുംബത്തിന് കുഞ്ഞുങ്ങളില്ലായിരുന്നു. இந்த குடும்பத்துக்கு இப்படி ஒரு குறை இருந்தது. ആ ദേശത്തുള്ള എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ஆனால் அந்த தேசத்துள்ள எல்லா ஆசாரிய குடும்பங்களும் செக்கரியாவுக்காகவும் எலிசபெத் அவருடைய குடும்பத்துக்காக இந்த குறைகளை நிறைவேற்றும்படியாக ஜெபம் பண்ணி கொண்டிருந்தார். അതുകൊണ്ടാണ് ആ സന്തോഷം അനുഭവിച്ചവരെല്ലാവരും ഒരുമിച്ച് കൂടിയതെന്നാണ് പറയുന്നത്. அப்படிதான் இந்த குழந்தை எலிசபெத் பெற்றெடுக்கும் போது அந்த பகுதியில் உள்ள எல்லா மக்களும் செக்கரியாவின் வீட்டுக்கு வந்தார்கள். നമ്മുടെ അയൽപക്കത്തുള്ള ഒരു ഭവനത്തിൽ ഒരു സന്തോഷം ലഭിച്ചാൽ നമുക്ക് സന്തോഷമാണ്. நம்முடைய பக்கத்து வீட்டிலே ஒரு சந்தோஷம் வரும்போது நமக்கு சந்தோஷம் வருமா? വരുമോ? വരാം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ வாழ்க்கையில் നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ഭവനത്തെ ഓർത്തുകൊണ്ട്, നമ്മുടെ മിகவும் പക്കത്തുള്ള ഒരു വീട് നിലച്ച്, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഇടവകയിൽ കൂടുന്ന ഏതെങ്കിലും ഒരു രോഗിയായിട്ടുള്ള ആളിനെ ഓർത്തുകൊണ്ട്, നമ്മുടെ ആലയത്തിൽ വരുന്ന മിகவும் നോയാളിയായ വ്യാധിസ്ഥനായ ഒരു മനുഷ്യനെ നിലയ്ക്ക് ആഴ്ചയിൽ ഒരിക്കൽ, വാരത്തിൽ ഒരു തടവ് 10 മിനിറ്റ് പ്രാർത്ഥിക്കുന്നത്, 10 മിനിറ്റ് ജപം പറ്റുന്നവരിക്കാം. നമ്മുടെ അല്ല, നമുക്കാக, നമ്മുടെ കുടുംബത്തിക്കാകല്ല, നമ്മുടെ സാധനവരല്ല, നമ്മുടെ ആലയത്തിലുള്ളവര് അല്ലെങ്കിൽ നമ്മുടെ പക്കത്തെ വീട്ടിലുള്ളവര്, നമ്മൾ അങ്ങനെ ആയിരിക്കണം. നാം அப்படி ஜெபம் பண்ண வேண்டும். നമ്മുടെ ഭവനം മാത്രം അനുഗ്രഹിക്കപ്പെടുകയല്ല, നമ്മുടെ കുടുംബം மட்டும் ആശീർവദിക്കപ്പെടുകയല്ല, നമ്മുടെ ചുറ്റുമുള്ള ഭവനങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ ചുറ്റുവട്ടാരത്തിലുള്ള എല്ലാ കുടുംബങ്ങളും ആശീർവദിക്കപ്പെടുക. അപ്പോഴാണ് ദൈവമുള്ളവരായിട്ട് നമ്മൾ തീരുന്നത്. அப்படி இருந்தால் தான் நாம் ஆண்டவருடைய பிள்ளைகளே என்று சொல்ல முடியும். നമ്മുടെ അയൽപക്കത്തുള്ള ചില കുഞ്ഞുങ്ങൾ നമ്മുടെ ഭവനത്തിൽ നമ്മളോട് പറയണം, നമ്മുടെ പക്കത്തിലുള്ള കുഴந்தைകൾ നമ്മുടെ വീട്ടിൽ വന്ന് ചൊല്ലണം, അമ്മ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് എന്റെ ജീവിതം നന്നായത്.
அம்மே நீங்க ஜெபம் பண்ணியதனால தான் என்னுடைய வாழ்க்கை என் படிப்பு இப்படி நன்றாக நடந்தது. അത് കേൾക്കുമ്പോൾ എത്ര സന്തോഷം. அப்படி கேட்கும்போது எவ்வளவு சந்தோஷமா இருக்கும். ഞാൻ പ്രാർത്ഥിച്ചു ആ കുഞ്ഞ് നല്ലൊരു നിലയിലായിരിക്കും. நான் என்னுடைய ஜெபத்தினாலே அந்த குழந்தைக்கு ஒரு நல்ல ஒரு எதிர்காலம் வந்தது. അതുകൊണ്ട് നമ്മളൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കുന്നവരായിട്ടിരിക്കണം. அப்படி நமக்கு மட்டுமല്ല பிறருக்காகவும் நம்ம பக்கத்துള്ളവർക്കാகவும் ஜெபம் பண்ணுന്നവരായി നാം വാഴ வேண்டும். അപ്പോൾ നമ്മുടെ കുടുംബവും നമ്മുടെ ചുറ്റുപാടുമുള്ള ദേശങ്ങളെല്ലാം അനുഗ്രഹിക്കും. നമ്മുടെ കുടുംബവും ചുറ്റുവട്ടാരത്തുള്ള എല്ലാ കുടുംബങ്ങളും ആശീർവദിക്കപ്പെടും. ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. இந்த வேத பகுதியில் நமக்கு சொல்லித் தருகிற ஒரு சில കാര്യങ്ങൾ. ഒന്ന്, ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. முதலாவது இந்த வேத பகுதி நமக்கு சொல்லித் தருகிறது. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ പറഞ്ഞാലും நம்முடைய ஜெப காரியங்கள் நான் ஆண்டவருடைய ஜெபமுடைய நாம் மறந்து போனாலும் അത് മറക്കാത്ത ഒരു കർത്താവ്, அது மறந்து போகாத ஒரு ஆண்டவர் உண்டு. സ്തോത്രം. ஸ்தோத்திரம். നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ നമ്മൾ പറഞ്ഞാലും நாம் ஜெபம் பண்ணுகிற ஜெப காரியங்கள் நாம் மறந்து போனாலும் നമ്മുടെ പ്രാർത്ഥനകൾ മറക്കാത്ത ഒരു കർത്താവ്, നമ്മുടെ ஜெபத்தை மறந்து போகாத ஒரு ஆண்டவர் അവൻ இருக்கிறார். മറക്കുക മാത്രമല്ല, அவர் மறக்க மாட்டேன் என்று மட்டுமല്ല, അനുഗ്രഹങ്ങൾ அவர் നൽകുന്നവനാണ്. ஆசீர்வாதங்களே நமக்கு அளிப்பார். ഇവിടെ സെക്രട്ടറിയോടും എലിസബത്തിനോടും ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. இங்கே സെക്രിയാവിനിടത്തിലും എലിസബത്തിനിടത്തിലും ദേവദൂതൻ இந்த காரியங்கள் சொல்லி സെക്രട്ടറിയാണ് ഇത് പൂർണ്ണമായിട്ട് അറിഞ്ഞത്. സെക്രിയാവ് പൂർണ്ണമായി தெரிந்து கொண்டது. എലിസബത്ത് എത്രമാത്രം അറിഞ്ഞു എന്നുള്ളത് അറിവില്ല. എലിസബത്ത് ദേവദൂതൻ சொன்ன കാര്യങ്ങൾ പൂർണ്ണമായി தெரிஞ்சுവെന്ന് നമുക്ക് ഇതിൽ பார்க்க முடியல. കാരണം ഈ ദൂതന്റെ അറിയിപ്പ് ലഭിച്ചതിന് ശേഷം സെക്രട്ടറിയാവ് ഭൂമനായിട്ട് മാറുകയാണ്. സെക്രിയാവിന് ദേവദൂതൻ சொன்ன வார்த்தையை முடிச்ச உடனே அது நம்பாததுனால സെക്രിയാവ് മൗനമായി വായി பேசாதவர் സെക്രട്ടറിയാവിന് നാവ് കൊണ്ട് എലിസബത്തിനോട് പറയാൻ പറ്റത്തില്ല. அதனால നാവിനാലെ ഒന്നുമേ എലിസബത്തിനോട് കാര്യങ്ങളെല്ലാം പകർന്നു കൊള്ള முடியல. എഴുത്തുപലകയിൽ ഒരു പക്ഷേ എഴുതി കാണിച്ചു കാണുമായിരിക്കാം. அவர் சில எழுத்து பலகையில் இதெல்லாம் ஒருவேளை எழுதி காமிச்சிருக்கலாம். ഇത് പറഞ്ഞിട്ട് കുറെ നാളുകളായി. இது சொல்லி கொஞ்ச நாളുகள் முடிந்து விட்டது. ഒരു പക്ഷേ ഈ ഒരു പ്രാർത്ഥന എന്റെ ജീവിതത്തിൽ നടപ്പിലാകുമോ എന്ന് പോലും സെക്രട്ടറിയാവ് സംശയിച്ചു കാണുമായിരിക്കാം. ஒருவேளை ഈ ஜெபம் பண்ணிய காரியங்கள் என் வாழ்க்கையில் நிறைவேறுமா என்று സെക്രട്ടറിയാവ് സന്ദേഹപ്പെട്ടിരിக்கலாம். എന്നാൽ ദൈവം തമ്പുരാൻ ആ പ്രാർത്ഥനയൊന്നും മറന്നില്ല. ஆனால் ஆண்டவர் அந்த ஜெபத்தை மறந்து போகவில்லை. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം തമ്പുരാൻ നല്ലൊരു ഉത്തരം നൽകുകയാണ്. அந்த ஜெபத்துக்கு கர்த்தர் நல்ல பதில் கொடுக்கிறார். ഏറ്റവും ഉന്നതമായ സമ്മാനമാണ് സെക്രട്ടറിയാവിനും എലിസബത്തിനും നൽകിയത്. மிகவும் நல்ல ஒரு பரிசு സെക്രട്ടറിയാവിനും എലിസബത്തിനും கர்த்தர் கொடுக்கிறார். തന്റെ മകനെ മുന്നോടിയായി കടന്നു വന്ന യോഹന്നാൻ സ്നാപകനെയാണ് നൽകിയത്. தன்னுடைய இயேசு கிறிஸ்துவுக்கு முன்னாடியாக வந்த யோவானை தான் സെക്രട്ടറിയാവിനും എലിസബത്തിനും கிடைத்தது. യോഹന്നാൻ സ്നാപകനെ നേരത്തെ നൽകുവാൻ ഒരുപക്ഷേ ദൈവം തീരുമാനിച്ചതായിരിക്കാം. யோவான் ஸ்நாபகனை இடத்தில் கொடுக்கிறதுக்கு ஆண்டவர் முன்குறித்திருக்கிறார். എന്നാൽ തന്റെ മകന്റെ തൊട്ടു വരവിന് മുൻപാണ് നൽകുന്നത്. தன்னுடைய நேசகுமாரனாகிய இயேசு கிறிஸ்துவினுடைய வருகைக்கு 6 மாதங்களுக்கு முன்னாடிதான் யோவான் ஸ்நாபகனை இந்த உலகத்தில் கொடுத்தார். അതുകൊണ്ട് അല്പം താമസിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. கொஞ்சம் தாமதிச்சு மட்டும்தான். ദൈവജനമേ, നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ, ஆண்டவர் பிள்ளைகளே, நாம் இந்த ஆலயத்தில் ஒன்று சேர்ந்து அமர்ந்திருக்கும்போது നമ്മൾ പ്രാർത്ഥിക്കുന്ന അനേക വിഷയങ്ങളില്ലേ, நாம் ஜெபப்படுന്ന അനേക കാര്യങ്ങൾ, നമ്മുടെ അനേക ദുഃഖങ്ങളില്ലേ, അനേക കവലകൾ നമ്മുടെ வாழ்க்கையில் നാം ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുമായിരിക്കാം. நாம் ஆண்டவரிடத்தில் இந்த ஜெப காரியங்கள் நீங்கள் சொல்லி இருக்கலாம். ചില രോഗങ്ങളായിരിക്കാം, வியாதிகளாயிருக்கலாம், സാമ്പത്തികമായ பண പ്രയാസങ്ങളായിരിക്കാം, நெருக்கடிகளாயிருக்கலாம், നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യമായിരിക്കാം, குழந்தைகளை எதிர்காலங்களில் பற்றிய கவலையாயிருக்கலாம், കുടുംബത്തിന്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളായിരിക്കും, குடும்பத்தினுடைய பணபரമായ பிரச்சனைகளாயிருக்கலாம், കുഞ്ഞുങ്ങൾ പഠിക്കുന്നതായ കാര്യങ്ങളായിരിക്കാം. குழந்தைகள் படிப்பு കാര്യങ്ങളായിരിக்கலாம். പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ நீங்கள் ஜெபம் பண்ணி இங்கே இருந்து திரும்பி போகும்போது വലിയൊരു വിശ്വാസത്തോടുകൂടെ മടങ്ങുവാനായിട്ട് സാധിക്കണം. இப்படிப்பட்ட ஒரு விசுவாசத்தோடு நீங்க திரும்பி போகணும். ആ വിശ്വാസം ഇതായിരിക്കണം. அப்படி விசுவாசம் இப்படி இருக்க வேண்டும். ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥന വിഷയത്തിൽ വേണം. நான் கர்த்தருடைய சமூகத்தில் ஜெபம் பண்ணி இந்த காரியங்கள் வேணும். ആ വിഷയങ്ങളൊക്കെ എന്റെ കർത്താവ് എനിക്ക് അനുഗ്രഹമായിട്ട് அந்த விஷயத்தை நினைவு கூறி கர்த்தர் நமக்கு எனக்கு
ஆசீர்வாதத்தை தருவார். എന്റെ സമയമല്ല, என்னுடைய நேரம் அல்ல, കർത്താവിന്റെ സമയമാകുമ്പോൾ ஆண்டவருடைய நேரம் வரும்போது അതെനിക്ക് അവൻ ദാനമായിട്ട് നൽകി തരും. அவர் அது கண்டிப்பா எனக்கு நிறைவேற்றி தருவார். യേശു മാറാത്തവനാണ്, இயேசு மாறாதவர், അവൻ വാക്കുകളിൽ വിശ്വസ്തനാണ്, அவர் வாக்குகள் மாறாதவர், അവൻ അനുഗ്രഹങ്ങൾ നൽകുവാൻ அவர் മതിയായവൻ. ஆசீர்வாதம் கொடுக்க போதுமானவர். ഇന്ന് പകൽക്കാലം നിങ്ങളെ ആലയത്തിൽ കടന്നു വരികയോ இந்த ஆலயத்தில் வருகின்ற നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ പ്രാർത്ഥനകളെയും நீங்கள் ஆண்டவரின் சமூகத்தில் ஏறெடுத்திருக்கிற எல்லா ஜெபங்களையும் ദൈവം നമ്മളെ കേട്ടിരിക്കുകയാണ്. கர்த்தராகிய ஆண்டவர் கேட்டிருக்கிறார். കർത്താവ് തക്ക സമയത്ത് നിങ്ങളെ അനുഗ്രഹിക്കുന്നത് യാതൊരു സംശയം. கர்த்தர் ஏற்ற வேளையில் നിങ്ങൾക്ക് அதுக்கு பதிலளிப்பார். അത് ദൈവത്തിന്റെ സമയത്താണ് നിങ്ങളെ அது தேவனுடைய நேரத்திலே அவர் உங்களுக்கு உதவி செய்வார். വേദഭാഗം വ്യക്തമായി നമ്മെ இந்த வேத பகுதி நமக்கு கண்டிப்பாக சொல்லி தருகிறது. രണ്ടാമതായിട്ട് നമ്മെ വേദഭാഗം ഓർമ്മിപ്പിക്കുകയാണ്. இரண்டாவதாக இந்த வேதம் நமக்கு ദൈവിക അനുഗ്രഹങ്ങൾ നൽകിയവനെ, தேவனுடைய ஆசீர்வாதத்தை கொடுத்தவர், മറക്കാത്ത അനുഭവത്തെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. மறக்காத அனுபவத்தை இங்கே பார்த்து ദൈവം തമ്പുരാൻ ഒരു അനുഗ്രഹം നൽകി. தேவன் ஒரு ஆசீர்வாதத்தை கொடுத்தார். ദൈവത്തെ അവർ ഒരിക്കലും മറന്നില്ല. தேவனை அவர் ஒருபோதும் மறந்து போகவில்லை. ഇവിടെ ഈ കുഞ്ഞിന്റെ പേരിടുന്നതായ ശുശ്രൂഷയാണ്. இங்கே குழந்தைக்கு பேர் போடுന്ന அந்த நேரம் தான் യഹൂദ പാരമ്പര്യം അനുസരിച്ച് யூதா பாரம்பரியத்தின்படி അപ്പന്റെ പേരിടണം. தகப்பனுடைய பேரு தான் குழந்தைக்கு போடணும். അവിടെ കടന്നു വന്നിരിക്കുന്ന ആളുകളെല്ലാം പറയുകയാണ്, அங்கே ஆசாரிய குடும்பத்தோட ஒரு சொந்த பந்தங்கள் எல்லாம் வந்தவர்கள் சொல்லுகிறார், ഇവന് സെക്രിയ എന്ന പേരിടണം. இவருக்கு சக்கரியா என்று பேர் போடணும். ഇവന്റെ അമ്മ അനുവദിക്കുന്നില്ല, യോഹന്നാന്റെ അമ്മ അനുവദിക്കുന്നില്ല. ஆனால் எலிசபெத் அது ஒத்துக்கொள்ள மாட்டேன். ആളുകൾ കടന്നു വന്ന ആളുകൾ മുഴുവൻ പറയുകയാണ്, அங்கே சார்ந்து வந்தா எல்லா மக்களும் சொல்லுகிறார்கள், ഇങ്ങനെ ഒരു പാരമ്പര്യം നമ്മുടെ ഇടയിൽ ഇല്ല. இப்படி ஒரு பாரம்பரியம் நமக்கு இல்ல. ഈ എലിസബത്ത് എന്ന് പറയുന്നതായ വ്യക്തിത്വം ഈ ജനങ്ങളോട് പറയുകയാണ്, ഈ എലിസബത്ത് വന്നു സാർന്നവർക്ക് சொல்லுகிறார், ഇവന് യോഹന്നാൻ എന്നാണ് പേര്. இவரு யோவான் என்று பேர் போடுங்க. ജനങ്ങൾ പറഞ്ഞവന്റെ അപ്പനോട് ചോദിക്കുകയാണ്. அப்போ மக்கள் வந்து சேர்ந்தவங்க எல்லாம் சொந்தக்காரர்கள் சொன்னா நான் அவருடைய தகப்பனிடத்தில் கேட்கிறார். അപ്പന് സംസാരിക്കാൻ പറ്റത്തില്ല. ஆனா சக்கரியாவிന് பேச முடியும். ഒരു എഴുത്ത് പലക കൊണ്ടുവരികയാണ്. ஒரு எழுத்து பகலை கொண்டு வந்தது. ആ എഴുത്ത് പലകയിൽ എഴുതി വെക്കുകയാണ്. ആ எழுத்து பகலையில் இப்படி எழுதி வைக்கிறான், ഈ കുഞ്ഞിന്റെ പേര് യോഹന്നാൻ എന്നാണ്. சக்கரியாവ് அப்படியே எழுதினார், யோவான் என்ற குழந்தைக்கு பேர். പ്രിയ ദൈവജനമേ, ஆண்டவர் பிள்ளைகளே, നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചു കഴിഞ്ഞാൽ நாம் பலപ്പോഴും ஆண்டவருடைய ஆசீர்வாதங்கள் பெற்றுக்கொண்டதுக்கு அப்புறம் ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നാം ആരെങ്കിലും നമ്മുടെ ജീവിതത്തെ മാറ്റിവെക്കുന്നു. தேவனுடைய சித்தத்துக்கு நம்மை வாழ்க்கையை நாம் ஒப்புக் கொடுக்குமா? അനേക നാളുകളായി കുഞ്ഞുങ്ങളില്ലാതിരുന്നിരിക്കട്ടെ, அநேக ஆண்டுகள் குழந்தைகள் இல்லாதிருந்த ஒரு சூழ்நிலை இருக்கலாம். കുഞ്ഞ് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഏതെങ്കിലും ഒരു പ്രയാസം അനുഭവിച്ചിരിക്കട്ടെ, ஒரு குழந்தைக்கு ஏதாவது ஒரு வாழ்க்கையில் ஏதோ வியாதியோ ஏதோ பிரச்சனை வந்திருக்கலாம். അനേക ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടും ഒരു സൗഖ്യവും ലഭ്യമാകാത്ത ഒരു രോഗം, அநேக ஆஸ்பத்திரியில் கொண்டு போയിട്ടും സൗഖ്യം கிடைக்காத ഒരു അനുഭവം. ഡോക്ടർമാരെല്ലാം പറഞ്ഞു ഇനി ഒരു മരുന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഡോക്ടർമാരെല്ലാം சொன்ன ഇനി ഒരു മരുന്നും செய்ய முடியாது. ഒന്നല്ല പത്തല്ല അതിൽ കൂടുതൽ ആശുപത്രിയിൽ നമ്മൾ കടന്നുപോയി. ഒന്നല്ല പത്തല്ല അതിലധികമായ ആശുപത്രിയിൽ നാം ആരും നമുക്ക് ആശ്രയമില്ലാതിരുന്നപ്പോൾ, ആരും നമുക്ക് ഉദവിയായിരിക്കാതെ കണ്ണുനീരൊഴുക്കി നമ്മുടെ ഭവനത്തിൽ ദേവാലയത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കണ്ണീരോടെ ആണ്ടവരുടെ ആലയത്തിൽ നിന്ന് നാം ജപപ്പെട്ടത്. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം നമ്മളെ ഉത്തരം നൽകി. அந்த ஜபத்துக்கு கர்த்தர் விடுதலை கொடுத்தார். കർത്താവേ, നീ എനിക്ക് കുഞ്ഞിനെ ദാനമായിട്ട് നൽകിയാൽ ஆண்டவரே இந்த குழந்தைக்கு ஒரு விடுதலை கொடுத்தார். ഈ കുഞ്ഞിനെ നിന്റെ വഴികളിലൂടെ ഞാൻ നടത്തിക്കൊള്ളാം. இந்த குழந்தையை ஆண்டவருடைய வழிகளிലൂടെ நான் நடத்தலாம். നാം ദേവാലയത്തിൽ നടന്ന തീരുമാനമാണ്. நான் ஆண்டவருடைய ஆலயத்தில் வந்து ஜெபம் பண்ணி ஆண்டவர் சமூகத்தில் கொடுக்கிற ஒரு தீர்மானம். നാം ഭവനത്തിൽ നടന്ന തീരുമാനമാണ്. ஒருவேளை குடும்பத்தில் இருந்து ஜெபம் பண்ணி எடுக்கிற தீர்மானம். അസുഖമെല്ലാം മാറിപ്പോയി. ഈ കുഞ്ഞിന്റെ അസുഖമെല്ലാം அந்த മാറിപ്പോയി. குழந்தைக்கு வியாதிகளெல்லாம் விடுதலை கிடைத்தது. അവൻ ബലമുള്ളവനായിട്ട് വളർന്നു அவன் വരികയാണ്. பலமுள்ளவனாയി வளர்ந்து வந்தது. ഈ കുഞ്ഞിനെ നമ്മുടെ ദൈവത്തിന് കൊടുക്കും. இந்த குழந்தையை ஆண்டவருக்கு நம்ம ஒப்பு கொடுக்குமா? നമ്മൾ പലപ്പോഴും പറയും, நான் பலപ്പോഴും சொல்லுന്ന ஒரு குழந்தை, എന്റെ ഒരു പ്രയാസം വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചതാ, என்னுடைய பிரச்சனைகள் வந்து போது நான் ஜெபம் பண்ணிருக்கேன். ആരോഗ്യമൊക്കെ ദൈവം തമ്മിൽ ആ കുഞ്ഞിന് നൽകി. ஆரோக்கியம் எல்லாம் குழந்தை கொடுத்தது. എന്നാൽ ഈ കുഞ്ഞിനെ ദൈവത്തിന് വിട്ടു കൊടുക്കാൻ എനിക്ക് പൂർണ്ണ സമ്മതമൊന്നുമില്ല. ஆனால் இந்த குழந்தையை பரிபூர்ணமாய் ஆண்டவருக்கு விட்டுவதற்கு சம்மதம் இல்லை. ജീവിതത്തിൽ ചില അനുഗ്രഹങ്ങൾ ദൈവം തമ്മിൽ നൽകി തരുമ്പോൾ, வாழ்க்கையில் சில ஆசீர்வாதங்கள் நமக்கு ஆண்டவர் கொடுக்கும் போது, നമുക്ക് സാധ്യമാകാത്ത ചില നന്മകൾ ദൈവം തമ്മിൽ നൽകി തരുമ്പോൾ, നമ്മൾ முடியாத சூழ்நிலைയുള്ള കാര്യങ്ങൾ கர்த்தர் முடியுமாறாக்கும் போது, ദീർഘനാളുകളായി നമ്മൾ പ്രാർത്ഥിക്കുന്ന
പ്രാപിക്കുന്നതായ വിഷയത്തിന്റെ മേൽ ദൈവം ഒരു അനുഗ്രഹം നൽകി തരുമ്പോൾ, അനേക നാളുകളായി ജോപ്പെടുന്ന കാര്യങ്ങളിൽ കർത്തർ നമുക്ക് അത് ഒരു വിടുതൽ കൊടുക്കുമ്പോൾ, അനുഗ്രഹങ്ങൾ പ്രാപിക്കുമ്പോൾ ദൈവത്തെ മറന്നു പോകുമ്പോൾ ഒരിക്കലും ഇടയായിരുന്നു. ആശീർവാദങ്ങൾ கிடைக்குമ്പോൾ നാം ആണ്ടവരെ മറന്നു പോകக்கூடாது. നാം ദൈവസന്നിധിയിൽ പറഞ്ഞിരിക്കുന്നതായ ഓരോ വാക്കുകളും, നാം ദേവരുടെ സമൂഹത്തിൽ ചൊല്ലിയിരിക്കുന്ന ഓരോ വാർത്തകളും നാം മറന്നുപോയാലും ദൈവം നമ്മളെ മറക്കാതെ, ആണ്ടവർ മറന്നു പോകാം. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവസന്നിധിയിൽ എന്ത് തീരുമാനമെടുത്താലും, നാം ആണ്ടവരുടെ സമൂഹത്തിൽ എന്ത് തീരുമാനപ്പെടിനാലും അതേപടി നിവർത്തിക്കുവാനായിട്ട് സാധ്യമായി. അതേപടി നിവർത്തിക്കൊടുക്കുന്ന ഒരാണ്ടവരുണ്ട്. ഈ സക്കറിയാവ് പേരെഴുതുകയാണ്, യോഹന്നാൻ എന്ന പേരെഴുതുകയാണ്. സക്കറിയാവ് എന്ന പേര് അവർ സക്കറിയാ ദീർഘദർശി യോവാൻ എന്ന് പേര് അത് എഴുത്തും പകലയിൽ എഴുതാം. അവരുടെ സമൂഹത്തിന്റെ പാരമ്പര്യം ഒക്കെ മറന്നുള്ളതായ ഒരു ചിന്തയാണ്. അത് സമുദായത്തിനുடைய പാരമ്പര്യം എല്ലാം മാറ്റിപ്പോട്ടത്. എലിസബത്ത് പറഞ്ഞു യോഹന്നാൻ, എലിസബത്ത് சொன்ன யோவான், സക്കറിയാവ് എഴുതി വെച്ചു യോഹന്നാൻ. സക്കറിയാവ് എഴുത്തു പലകയിൽ എഴുതി വെച്ചു യോവാൻ. ആ സമൂഹത്തിലൂടെ കടന്നു എല്ലാവരും ദൈവത്തിന്റെ കൃപ അനുഭവിച്ചെന്നാണ് പറയുന്നത്. ആ സമൂഹത്തിൽ വന്നവങ്ങൾ വന്ന് സാർന്നവങ്ങൾ എല്ലാവരും ദേവനുடைய ആ പ്രസന്നം ഒളി അവർക്ക് വെളിപ്പെട്ടത് എന്ന് പറഞ്ഞു. എല്ലാവരും അതിൽ സന്തോഷിച്ചു, അവരെല്ലാവരും സന്തോഷപ്പെടുകയാണ്. അതിനുശേഷം പറയുകയാണ് ഈ പൈതൽ എന്തായിത്തീരും. அப்போ அவரெல்லாம் ஆச்சரியத்தோடு சொல்லுகிறார், இந்த குழந்தை ஏதாய் மாறும் என்று. ദൈവം നൽകിയിരിക്കുന്നതായ ദാനം, தேவன் கொடுத்த ஈவு, ആ ദൈവത്തിന്റെ അരുളപ്പാടുകൾ മറക്കാതെ, தேவனுடைய வார்த்தைகளே மறந்து போகாம, ഈ മാതാപിതാക്കൾ തങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ, ഈ பெற்றோர்கள் தன்னுடைய வாழ்க்கையில் நிறைவேற்றும் போது വേദഭാഗത്തിൽ പറയുകയാണ് ഈ പൈതൽ എന്താകുമെന്ന് അറിയത്തില്ല. ഈ കുഴந்தை எப்படி ஆகும் என்று தெரியாதெന്ന് അവർ ആശ്ചര്യപ്പെട്ടു. യേശു കർത്താവ് ഈ കുഞ്ഞിനെ പറഞ്ഞുകൊണ്ടാണ്, ഈ പൈതലിനെ ഓർത്തുകൊണ്ടാണ് പറയുന്നത്. ഈ യേശുവാനവർ இந்த குழந்தையை நினைத்து தான் சொல்லுகிறார், സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനായിരുന്നു. സ്ത്രീകളിൽ പിറന്നവരിൽ யோவானேക്കാൾ பெரியவர் யார்? ഈ വേദഭാഗത്തിൽ ഒരു ചോദ്യം ഉയർത്തുകയാണ്. இந்த பகுதியில் ஒரு கேள்வி வருகிறது, ഈ പൈതൽ എന്താകും? இந்த குழந்தை ஏதாய் மாறும்? ജീവന്റെ ഉടയവനായിരിക്കുന്ന ക്രിസ്തു പറയുകയാണ്, ജീവനുடைய ഉടയവരാകിയ യേശു ക്രിസ്തു சொல்லுகிறார், ജീവനേക്കാൾ വലിയവനാരും സ്ത്രീകളിൽ നിന്ന് ഇതുവരെ ജനിച്ചിട്ടില്ല. സ്ത്രീകളിൽ ഈ യോവാനേക്കാൾ പെരിയവർ ആരും ഇതുവരേക്ക് പിറന്നതില്ല. അങ്ങനെയെങ്കിൽ ദൈവസന്നിധിയിലെ ഏറ്റവും ഉന്നതൻ യോഹന്നാനാണ് എന്ന് പറയുകയാണ്. தேவனுடைய சமூகத்தில் மிகவும் பெரியவர் உன்னதர் யோவான் என்று இயேசு கிறிஸ்து சொல்லுகிறார். ദൈവജനമേ, നാം ആരാധനയ്ക്കായി ഒരുമിച്ച് കടന്നു വന്നിരിക്കുമ്പോൾ, ஆண்டவர் பிள்ளைகளே, நாம் ஆராதனைக்காய் ஆண்டவருடைய சமூகத்தில் வந்திருக்கிறோம். ദൈവം നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിയുന്നു. நம்முடைய தேவைகளெல்லாம் தெரிகிற கர்த்தர் நம்மோடு கூட. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവാദിത്വം ദൈവം തന്നു. நம்முடைய ஜெபத்துக்கு பதிலளிக்கிறவர் ஆண்டவர் நம்மோடு கூட. അനുഗ്രഹങ്ങൾ സ്വീകരിച്ചു കഴിയുമ്പോൾ, நாம் ஆசீர்வாதங்கள் பெற்றுக்கொண்டதுக்கு அப்புறம் അനുഗ്രഹങ്ങൾ നൽകിയവനെ മറന്നുപോകും. ஆசீர்வாதங்கள் கொடுத்த ஆண்டவரை நாம் மறந்து போக கூடாது. നാം മറന്നു പോകാതെ நாம் மறந்து போகாமல் അവന്റെ ഇഷ്ടങ്ങളൊക്കെ നിറവേറ്റുമ്പോഴാണ് அவருடைய சித்தம் நிறைவேற்றும் போது നമ്മുടെ തലമുറയൊക്കെ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ തലമുറകൾ ആശീർവദിക്കപ്പെടും. നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി കർത്താവ് ഒരിക്കൽ പറയും, நம்முடைய குழந்தைகளை பார்த்து கர்த்தர் சொல்லுவார், ഈ കുഞ്ഞ് വലിയവനാണ്, ഈ കുഴந்தை பெரியவராய், ഇവൻ സ്വർഗരാജ്യത്തിൽ ഉന്നതനാണ്. ഈ പരലോകത്തിൽ ഒരു ഉന്നതനായി വാക്കും. അങ്ങനെ അനുഗ്രഹീതമായ വഴികളിലൂടെ, அப்படி ஆசீர்வதிக்கப்பட்ட வழிகளிലൂടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനായി வாழ்க்கையை முன்னேறும்படியாக ദൈവം നമ്മളെ സഹായിക്കും. ஆண்டவர் நமக்கு உதவி செய்யட்டும். ஆமென்.
Hallelujah. Hallelujah. Hallelujah.